യോഗീശ്വരൻ എന്ന പദത്തിന് ശബരിമലയിലെ അയ്യപ്പൻ, കേരളത്തുമായിട്ട് ഏറ്റവും ബന്ധമുള്ള തന്ത്രപരമായ ഭക്തിപരമായ പരമ്പരകളുടെ ആഴത്തിൽ ആത്മീയമായ സങ്കല്പങ്ങൾ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഹരിഹരസുതൻ, യോഗതത്വവും അയ്യപ്പതത്വവും തമ്മിലുള്ള ബന്ധം, ആചാര്യന്മാരുടെയൊക്കെ അവിടെ ഓരോ സ്വാമിയും നമ്മുടെ യോഗീശ്വരനാണെന്ന് പറയാം. സാധാരണ പോകുന്ന സ്വാമിമാരല്ല, ബോധത്തോടു കൂടി പോകുന്ന സ്വാമിമാർ. ഹരി, വിഷ്ണു മോഹിനി രൂപത്തിലും ഹരൻ, ശിവൻ, അവരെ ഐക്യത്തിൽ ഉണ്ടായിട്ടുള്ള ശിവതത്വത്തിൻ്റെയും വിഷ്ണുതത്വത്തിൻ്റെയും യോഗ ഐക്യം എന്നുള്ള നിലയിൽ യോഗീശ്വരൻ യോഗത്തിൻ്റെ അധിപതിയായി, പരിപൂർണ യോഗിയായി, ആത്മനിയന്ത്രണത്തിൻ്റെ പ്രതീകമായി, ആദിയോഗിയായി, കൃഷ്ണൻ യോഗേശ്വരനായി, ആദിയോഗിയായി ശിവതത്വത്തെയും അയ്യപ്പൻ യോഗീശ്വരനായ നിലയിൽ കാണാം. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് യോഗാസന രൂപത്തിലുമാണ്. വിഗ്രഹം വളരെ പ്രത്യേകതയുള്ളതാണ്. പട്ടബന്ധാസനം, യോഗപട്ടാസനം, ധ്യാനമുദ്ര, നിയന്ത്രിത ശക്തിയുടെ രൂപം. അയ്യപ്പൻ ഒരു യോഗിയായ ദൈവമാണ്. അതുകൊണ്ട് അയ്യപ്പൻ യോഗീശ്വരനാണ്. അയ്യപ്പനും ബ്രഹ്മചാരി ആയിട്ടുള്ള ആളാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഇപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണമുള്ള ആളാണ്, തപസ്സുള്ള ആളാണ്, ആത്മശക്തിയുള്ള ആളാണ്. അപ്പോൾ പിന്നെ യോഗീശ്വരനല്ലേ. ബ്രഹ്മചര്യം, സാത്വികാഹാരം, ധ്യാനം, മന്ത്രജപം, സ്വയം നിയന്ത്രണം, ഇതൊക്കെയാണ് യോഗീശ്വരൻ്റെ ലക്ഷണങ്ങൾ. അഹങ്കാരത്തിൻ്റെ സമർപ്പണം. ഓരോരാളും അയ്യപ്പനായിട്ട് അന്യോന്യം വിളിക്കുന്ന ഭക്തനും ഭഗവാനും അയ്യപ്പനാണ്. അത് ഗുരുതത്വത്തിലുള്ള ശരണം പ്രാപിക്കലാണ്. തന്ത്രപരമ്പരയുടെ പാരമ്പര്യത്തിൽ ശിവശക്തിയുടെ ഐക്യമായി ചക്രങ്ങളുടെ ശക്തിയുടെ ഉയർച്ച ഭാവത്തിൽ ബോധത്തിൻ്റെ ഉണർവ് ജോയിൻ ചെയ്യുന്ന ബിന്ദുവായി ഭഗവാൻ അയ്യപ്പനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ, അയ്യപ്പനല്ല ശാസ്താവിനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ, പറഞ്ഞു വന്നപ്പോൾ അയ്യപ്പൻ എന്ന് പറഞ്ഞു എന്ന് മാത്രം, കാരണം അങ്ങനെയാണല്ലോ പ്രസിദ്ധി. ശാസ്താവിൻ്റെ തത്വത്തിലാണ് ശിവതത്വവും യോഗതത്വവും ആത്മീയ നിയന്ത്രണവും ഒക്കെ ശാസ്താവിലാണ്. ലയം പ്രാപിച്ച അയ്യപ്പനിൽ ഇത് നമ്മളൊക്കെ കാണുമ്പോൾ ശാസ്താവായിട്ടുള്ള ബ്രഹ്മരൂപവും പുരാണ കഥകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ലയം പ്രാപിച്ചിട്ടുള്ള അയ്യപ്പനും ഒന്നായി കാണുന്നതാണ് ബ്രഹ്മതത്വം. അതാണ് യോഗീശ്വരൻ്റെ യഥാർത്ഥ മുഖം. ഇപ്പോൾ തത്വങ്ങൾ പറയുമ്പോഴും തത്വം ആവാഹിച്ചെടുത്തിട്ടുള്ള പുരുഷൻ ആരാണോ, സ്ത്രീ ആരാണോ, അവരെ പറയുമ്പോഴും യോഗീശ്വരൻ്റെ രൂപത്തിൽ വേണം കാണാൻ എന്നുള്ളതാണ് സത്യം.